ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രതീഷിനെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ അനിരുദ്ധ് സുമിത്രയോട്. ഞാൻ ആ വക്കീലിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അമ്മയ്ക്ക് ചുറ്റിനും എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നതെന്നൊക്കെ ചോദിച്ച് പൂജ ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കാം. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഏർപ്പാടാക്കിയ വക്കീലൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് വക്കീലിനെ വിളിച്ചിട്ട് വന്ന് നമ്മുടെ അനിരുദ്ധ് ഇവരോട് പറയുന്നു. അപ്പോൾ പൂജയ്ക്ക് കാര്യങ്ങൾ അറിയാവില്ല. പൂജ ഇങ്ങനെ അത് കേട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കാം. ഇത് രഞ്ജിതാന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് ആയിരിക്കും, തൽക്കാലം അത് അമ്മയോട് പറയാൻ പറ്റുന്നതല്ല, എന്തായാലും അമ്മ പോയി പ്രതീക്ഷേനെ കാണട്ടെ എന്നൊക്കെ പൂജ ഇങ്ങനെ ചിന്തിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ ശീതൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സരസ്വതിയമ്മ അടുത്തേക്ക് ചെന്നിട്ട്, മോളെ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ്. ഇങ്ങനെ ഒരു തടവറയിൽ ജീവിച്ച് തീർക്കാനുള്ളതല്ല നിന്റെ ജന്മം എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അച്ഛമ്മ, ഈ ഒരു സാഹചര്യമായി നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റൂ, പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കേണ്ടി വരുമെന്നൊക്കെ മകള് പറയുവാണ്. വേദനിപ്പിക്കുന്നത് പലതും സഹിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ, നീ ഇത് ഏത് കാലത്തിലാണ് എൻ്റെ പെണ്ണെ ജീവിക്കുന്നത്? ഈ നാട്ടില് നിയമവും പോലീസും എല്ലാം ഉണ്ട്, ഭാര്യയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പൂട്ടിയിട്ട് പീഡിപ്പിക്കാനൊന്നും ഒരുത്തനും അവകാശമില്ല. നീ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. അവനെ പേടിച്ച് നീ എത്ര കാലം ഇതിനകത്ത് ഇങ്ങനെ ജീവിക്കാനാ നീ ആകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ജീവിക്കുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ അച്ഛമ്മേ, അത് കഴിഞ്ഞ് മരിക്കാനാണ് വിധിയെങ്കിൽ മരിക്കാം, അത് തന്നെ മതി, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു. എടി, പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കടലാസ് എഴുതി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതും വേണ്ട, ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സച്ചിനുമായിട്ടുള്ള ഈ ഒരു ഇതെല്ലാം അവസാനിപ്പിക്കുന്നതാ നിന്റെ ജീവിതത്തിന് നല്ലത്. പറയാൻ എളുപ്പം എൻ്റെ അച്ഛമ്മേ, ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി തിരിക്കുമ്പോഴറിയാം അതിന്റെ ബുദ്ധിമുട്ട്. പോലീസ് പിടിച്ചോണ്ട് പോയാൽ അയാൾ അപ്പോൾ തന്നെ ജാമ്യത്തിൽ ഇറങ്ങും, നേരെ വരുന്നത് ശ്രീനിലയത്തിലേക്കായിരിക്കും. പിന്നെ അയാൾ അവിടെ എന്തൊക്കെ ചെയ്യുന്ന ഊഹിക്കാൻ കൂടി പറ്റില്ല. സ്നേഹം കൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൻ നന്നാവില്ല മോളെ എന്ന് പറഞ്ഞപ്പോൾ, സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്തതായി ഈ ലോകത്തൊന്നും ഇല്ലെന്നല്ലേ പറയാറ്. എന്തായാലും സച്ചിന്റെ സ്വഭാവത്തിൽ നിങ്ങൾ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ, ഉണ്ടാക്കും, നീ കുറെ അങ്ങ് ഉണ്ടാക്കും, നിനക്ക് ഒരു കുന്തം ചെയ്യാൻ പറ്റത്തില്ല. ഇവനെ പോലുള്ള ദുഷ്ടന്മാരെയൊന്നും സ്നേഹം കൊണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല മോളെ. നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണം, വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോയേനെന്നൊക്കെ അച്ഛമ്മ പറയണം. അപ്പോ എന്താ അച്ഛമ്മേ, എന്തിനാ അച്ഛമ്മ അങ്ങനെയൊക്കെ പറയുന്നേ? അച്ഛമ്മ എൻ്റെ കൂടെ ഈ വീട്ടിലേക്ക് വന്നു, അച്ഛമ്മയെ ഇവിടെ നിന്ന് ഇറക്കിയൊന്നും വിട്ടില്ലല്ലോ. മാത്രമല്ല അച്ഛമ്മയെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനും സച്ചിൻ തയ്യാറായില്ലല്ലോ. അതും പറഞ്ഞ് നീ എൻ്റെ മേലെ കുതിര കയറാനൊന്നും വരണ്ട പൊന്നു മോളെ. ഞാൻ പറഞ്ഞതെല്ലാം ന്യായമായ കാര്യമായിരുന്നു, സത്യവും നീതിയും ആയിരുന്നു. അതെ, ആ സത്യത്തിന്റെയും നീതിയുടെയും പരിണിത ഫലങ്ങളൊക്കെ എൻ്റെ അമ്മയും ഞങ്ങളും 3 പേരും അനുഭവിച്ചതാണെന്ന് അമ്മയ്ക്ക് അറിയാവല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ നമ്മുടെ ശീതള് വായടപ്പിച്ചു. സച്ചിനെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ പരമാവധി നോക്കൂ അച്ഛമ്മേ, അതുവരെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാലോ നീ പോകുമെന്ന് ചോദിച്ചു. അത് അപ്പം തീരുമാനിക്കേണ്ട കാര്യമല്ലേ എന്ന് ചോദിച്ചു. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ അങ്ങനെ ഇവിടെ ഇട്ടേച്ച് പോകാനൊന്നും പറ്റത്തില്ല മോളെ. നീ എൻ്റെ കൊച്ചുമോളാ, നിന്റെ സുരക്ഷിതത്വം എനിക്ക് നോക്കിയേ പറ്റുമെന്ന് അച്ഛമ്മ. എടീ, നമ്മൾ ആരും വിചാരിക്കുന്ന ഒരാളല്ല അവൻ, എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത്. നീ നിന്റെ അമ്മയ്ക്കടുത്തേക്ക് പോയാൽ മതി, അവളുടെ കൂടെ നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛമ്മയ്ക്ക് ഇപ്പോൾ അമ്മയെ പുകഴ്ത്താൻ 100ഓളം നാവുണ്ടല്ലോ. അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് അച്ഛമ്മയാണ്, അത് അച്ഛമ്മ മറന്നു പോകരുതെന്ന് പറഞ്ഞു. തെറ്റുകൾ മാത്രം ചെയ്ത അച്ഛനെ എന്നും സപ്പോർട്ട് ചെയ്തത് അച്ഛമ്മയല്ലേ എന്ന് ചോദിച്ചു. അമ്മയുടെ ജീവിതം അർത്ഥമില്ലാതാക്കി കളഞ്ഞത് അച്ഛമ്മയല്ലേ എന്ന് ചോദിച്ചപ്പം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എങ്ങനെയെങ്കിലും സച്ചിന്റെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാൻ പറഞ്ഞു അച്ഛമ്മ. ഇതൊരു തടവറയാണെന്നും സത്യമാണെന്നും, പക്ഷേ ഇവിടെ രോഗത്തിന്റെ തടവറയിൽ കിടക്കുന്നത് സച്ചിനാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്നെ സ്നേഹം കൊണ്ടും പരിചരണം കൊണ്ടും സച്ചിൻ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോയി, അതേ നാണയത്തിൽ തന്നെ തിരിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പരമാവധി നോക്കും. എൻ്റെ സച്ചിനെ നേരെയാക്കി എടുക്കുന്നത് വരെ ഞാൻ എങ്ങോട്ടും വരില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ശീതൾ അങ്ങ് പോയി വിഷമിച്ചിങ്ങനെ നിൽക്കുക സരസ്വതി അമ്മ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പൂജ അങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ അനന്യ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്ന പൂജയോട് ചുമ്മാ അനന്യ ചൂടാവുകയാണ്, പുറത്തേക്ക് പോകണ്ടെന്നും പറഞ്ഞു. അപ്പൊ അതിനെന്ത് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, അറിയാവുന്നതൊക്കെ നിന്റെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചോട് ദേഷ്യപ്പെടുക. എന്തിനാ നീ അതൊക്കെ അമ്മയോട് പറയാൻ പോയത് എന്ന് അനന്യ ചോദിച്ചപ്പം, മനസ്സിലായില്ല, പ്രതീഷിനെ കുറിച്ച് നീ എന്തിനാ അമ്മയോട് പറഞ്ഞേന്ന്. അപ്പൊ അതിലെന്ത് തെറ്റെന്ന് പൂജ ചോദിച്ചു. അമ്മയ്ക്ക് മകനെ കുറിച്ച് അറിയാനുള്ള അവകാശമില്ല എന്ന് ചോദിക്കുകയാണ് പൂജ. അതോ അവരിൽ നിന്നും സത്യം മറച്ചു വെക്കണം എന്നാണോ ചേച്ചി പറയുന്നത്? അപ്പൊ ഇതിനേക്കാളും ഭേദം അതായിരുന്നു, മറ്റുള്ളവർക്കെങ്കിലും സമാധാനം കിട്ടിയെന്ന് അനന്യ. ഇതോടുകൂടി എല്ലാം തീർന്നല്ലോ,
ഇതിനെല്ലാത്തിനും കാരണക്കാരി നീയാണെന്ന് പറഞ്ഞുകൊണ്ട് പൂജ കുറ്റപ്പെടുത്തുമ്പോ, ഓ അപ്പൊ പ്രതീക്ഷേട്ടൻ ജയിലിലാണെന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാമായിരുന്നല്ലേ എന്ന് പൂജ ചോദിച്ചു. ഇത്രയും ദിവസം അനന്യ കാട്ടിക്കൂട്ടിയ കോമാളിത്തരങ്ങളും അനന്യയുടെ ചതിയും പൂജ കയ്യോടെ പിടികൂടി. ഇത്രയും ദിവസം കെട്ടിയോനും കെട്ടിയോളും കൂടി ഒത്തുപിടിച്ചുകൊണ്ടാ എല്ലാം അമ്മയിൽ നിന്ന് മറച്ചു വെച്ചത് അല്ലേ? അതെനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഭാരിച്ച കാര്യങ്ങളിൽ നിന്ന് നീ അന്വേഷിക്കാൻ നിൽക്കേണ്ട. അനിരുദ്ധ അത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ എന്തെങ്കിലും കാരണം കാണുമെന്ന് നീ അങ്ങ് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഈ എവിടെന്നെങ്കിലും എന്തെങ്കിലും വാലും തുമ്പ് പറഞ്ഞത് അമ്മയുടെ മുന്നിൽ ചെന്ന് പറയുകയായിരുന്നില്ല നീ വേണ്ടത്. അതിന്റെ സത്യം കണ്ടുപിടിക്കുകയായിരുന്നു വേണ്ടത്. സത്യമൊക്കെ ഒരുപാട് അറിയാവുന്നവരാണല്ലോ നിങ്ങൾ. നിങ്ങൾക്ക് എന്താ ഇതിന്റെ സത്യം തെളിച്ച് അമ്മയ്ക്ക് മുന്നിലേക്ക് പ്രതീക്ഷനെ കൊണ്ടുവന്നിടായിരുന്നോ? എന്താ നാവിറങ്ങിപ്പോയോ? അതോ അതിന് പിന്നിലെ മറ്റെന്തെങ്കിലും രഹസ്യം ഉണ്ടോ എന്ന് പൂജ ചോദിച്ചപ്പം, കാണും. ഇല്ലെങ്കിലേ അമ്മയുടെ സ്വന്തം മകൻ ജയിലിലാണെന്ന് അറിഞ്ഞിട്ടും അത് അമ്മയോട് പറയാതിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു തോന്നിവാസം നിങ്ങൾ കാണിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് അനന്യ വായും പൂട്ടി ഇങ്ങനെ അവിടെ നിൽക്കാം. മിണ്ടാട്ടം മുട്ടിച്ചു പൂജ. എത്രയോ നാളായി ആ അമ്മ സങ്കടത്തോടെ മകനെ അന്വേഷിക്കുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് മുന്നിൽ നിങ്ങൾ രണ്ടുപേരും നന്നായി അഭിനയിച്ചു. പ്രതീക്ഷേട്ടൻ വിദേശത്ത് എവിടെയോ പ്രോഗ്രാമുകളിലാണെന്ന് അനിരുദ്ധേട്ടൻ അമ്മയെ പറഞ്ഞ് ധരിപ്പിച്ചു. ആ അമ്മ മകനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്, കഷ്ടപ്പെടുന്നത് ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾക്ക് ആർക്കും ഒരു മനസ്സലിവും തോന്നിയില്ലല്ലോ. പക്ഷെ ആ അമ്മ സത്യം അറിയേണ്ടതും ആ അമ്മയെ സത്യം അറിയിക്കേണ്ടതും എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ വീടിന്റെ മനസമാധാനം പോയി എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ കാരണമെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്, അല്ലാതെ ഞാനല്ല എന്നും പൂജ അനന്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പൊ നീ വല്ലാണ്ട് ഓവർ സ്മാർട്ട് ആവുന്നുണ്ട്. സ്വന്തം നില നീ മറക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെ എനിക്കും പറയാനുള്ളൂന്നും സ്വന്തം നില നിങ്ങൾ മറന്നു പോകരുതെന്ന് പൂജ അനന്യയോടും പറയുന്നു. പ്രതീക്ഷേട്ടൻ വരാൻ പോകുന്നത് ഈ വീട്ടിലേക്ക് തന്നെയാ. ഞാനിപ്പോ ചോദിച്ച ഈ ചോദ്യം പ്രതീക്ഷേട്ടൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങളത് ഓർത്ത് വെച്ചോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് പൂജ അങ്ങ് പോയി. പിന്നെ അനന്യക്കാണെങ്കിൽ ആകെ സമാധാനക്കേട്. അപ്പൊ എന്നോട് എന്റെ കുഞ്ഞിന്റെ പേരിൽ ആരെങ്കിലും യുദ്ധത്തിന് വന്നാ നിന്നെ ഞാനിവിടെ വെച്ചേക്കില്ല, നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനന്യ ചിന്തിക്കുന്നു. അതും കഴിഞ്ഞിട്ട് സുമിത്രയും അനിരുദ്ധും കൂടി ജയിലിലോട്ട് ചെന്നു. അവിടെ ചെന്ന് മോന്റെ കാര്യം ഓർത്ത് ഭയങ്കര കരച്ചിലാണ് നമ്മുടെ സുമിത്രയെ. ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. അനിരുദ്ധാണെങ്കിൽ അമ്മയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ വരുന്ന നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ എൻ്റെ പൊന്നുമോൻ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിരുദ്ധിനോട് ഇങ്ങനെ പറയുന്നുണ്ട് സുമിത്ര. ആ സമയത്ത് മോൻ വരുന്നത് ആ ഒരു പ്രതീക്ഷയോട് നിൽക്കാം. മോനെ ഇനിയും താമസിക്കുമോ എന്ന് ചോദിച്ചോ. പ്രതീക്ഷ വരാതായപ്പോ സുമിത്ര, ഇല്ല വാടൻ അവനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടല്ലോ, അവര് ഇപ്പൊ തന്നെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന്റെ ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയും എന്ന് സുമിത്ര ചോദിക്കുവാണേ അനിരുദ്ധിനോട്. അനിരുദ്ധ് ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക. അമ്മേ അതൊക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അമ്മ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനിരുദ്ധ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോലീസുകാരൻ വന്നു. അപ്പൊ സാർ എന്റെ മോൻ പ്രതീക്ഷ എവിടെ എന്ന് ചോദിച്ചപ്പം അയാൾക്ക് നിങ്ങളെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ലെന്ന് പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ സാർ വന്ന് പറയാം. അപ്പൊ അത്രയും വലിയൊരു തിരിച്ചടിയാണ് പ്രതീക്ഷ ജയിലിലെത്തിയ സുമിത്രയ്ക്ക് കൊടുത്തത്. സാർ എന്താ പറഞ്ഞേ? സാറിന് തെറ്റിപ്പോയതാണോ? അവന് ഞങ്ങൾ കാണേണ്ടതും സാർ പ്രതീക്ഷയോട് തന്നെയാണോ ചോദിച്ചതെന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് ആളെ തെറ്റിയിട്ടൊന്നുമില്ലെന്ന പോലീസുകാരൻ പറഞ്ഞു. സുമിത്ര എന്നല്ലേ നിങ്ങളുടെ പേര് പറഞ്ഞപ്പോഴേ നിങ്ങളെ കാണണ്ടെന്നാ അവൻ പറഞ്ഞത്. എനിക്കത് കൂടുതലൊന്നും അറിയില്ല. നിങ്ങളെ കാണാൻ അയാൾക്ക് യാതൊരു താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് നിങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ അയാൾ എന്നോട് പറഞ്ഞത്. അത് കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് ഈ പോലീസുകാരൻ പറഞ്ഞു. സാർ ഇവിടം വരെ വന്നിട്ട് ഞങ്ങൾക്ക് അവനെ കാണാതെ പോകാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് കാണിക്കാനൊന്നും ഞങ്ങൾക്ക് ആർക്കും പറ്റില്ല. നിങ്ങൾ വേഗം ഇവിടുന്ന് പോകണം, പോയേ പറ്റുമെന്ന് ആ സാറ് പറയാം. ഇന്നത്തെ സമയം കഴിഞ്ഞു, പോകണം എന്നും പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു വിടുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. സുമിത്ര ആണെങ്കിൽ കൈകൂപ്പി യാചിച്ചു. പക്ഷെ അയാൾക്ക് താല്പര്യമില്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് പോലീസുകാരൻ പറഞ്ഞിട്ട് പോലീസുകാരനകത്തേക്ക് കയറിപ്പോയി. സുമിത്ര വിട്ട് കരയാ. അപ്പൊ അമ്മ കരയല്ലേ എന്ന് പറഞ്ഞ് അനിരുദ്ധ് സമാധാനിപ്പിക്കുവാണ്. എങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? ഒരു രക്ഷയില്ല. സുമിത്രയാണെങ്കിലോ ഭയങ്കര കരച്ചില്. അപ്പോ അമ്മ വാ ഇത് ജയിലാ, കരഞ്ഞ് ബഹളം ഉണ്ടാക്കല, അമ്മ വാ എന്നും പറഞ്ഞ് അനിരുദ്ധ് ഒരു തരത്തിൽ പിടിച്ച് സുമിത്രയെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം മോനെ അവനെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ അവനെ ചെന്ന് ഒന്നുകൂടെ കാണാം മോനെ, ഇനി ഒരു പക്ഷെ അവൻ എന്തെങ്കിലും തോന്നിയാലോ എന്നൊക്കെ ചോദിക്കാം. പരമാവധി നമ്മൾ റിക്വസ്റ്റ് ചെയ്തതല്ലേ അമ്മേ, അവൻ കാണണ്ട എന്ന് പറഞ്ഞ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഇപ്പൊ തിരിച്ചു പോകാം, മറ്റൊരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇത്രയും നാളുകൾക്ക് ശേഷം അമ്മ വന്നതിന്റെ ആ ഒരു ദേഷ്യമായിരിക്കും അവന്. അങ്ങനെയൊക്കെ പറഞ്ഞ് അനിരുദ്ധ് അങ്ങ് പോയി. സുമിത്ര അങ്ങനെ കാറിന്റെ അടുത്ത് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ രഞ്ജിത പിന്നാലെ വന്ന് സുമിത്ര എന്നും പറഞ്ഞു വിളിക്കുന്നു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുമിത്രയെ കണ്ടപ്പോൾ രഞ്ജിതയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. പ്രതീക്ഷനെ കാണാൻ വന്നതാണോ എന്നിങ്ങനെ ചോദിച്ചു രഞ്ജിത. എന്നിട്ട് പ്രതീക്ഷ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ സുമിത്ര ഇങ്ങനെ രഞ്ജിതയെ നോക്കുക. അവനെ കാണാൻ പറ്റിയില്ലല്ലേ? നിങ്ങളെ കാണാനേ അവന് താല്പര്യമില്ല, അതല്ലേ ശരിക്കും പറഞ്ഞാ നടന്നത്? അതല്ലേ സത്യം എന്ന് രഞ്ജിത ചോദിച്ചു.
അവൻ എങ്ങനെ നിങ്ങളെ കാണും? അവന്റെ വിഷമം സുമിത്ര എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയുള്ള നിങ്ങളെ അവൻ എങ്ങനെ കാണും? അവൻ ജയിലിലായിട്ട് ഇത്രയും നാളായി. ഇതുവരെ അവനെ കാണാൻ നിങ്ങൾ വന്നോ? അവനെ സഹായിക്കാനുള്ളൊരു മനസ്സ് അത് നിങ്ങൾ കാണിച്ചോ? അവന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? അവന് വേണ്ടി നിങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ പരിഭവം എന്തായാലും അവനുണ്ട്. അവനെക്കുറിച്ച് ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്ന ചോദിച്ചു സുമിത്ര രഞ്ജിതയോട്. അവന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന രഞ്ജിതയും പറഞ്ഞു. പിന്നെ സുമിത്രയ്ക്കിപ്പോ ഈ കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യം ഒരുക്കി തന്നത് ആരാണെന്നാ സുമിത്രയുടെ വിചാരം? ഞാൻ വിളിച്ചു പറഞ്ഞിട്ടാ ഈ അപ്പോയിന്റ്മെന്റ് പോലും കിട്ടിയതെന്ന് പറഞ്ഞു. സുമിത്ര ഞെട്ടിയതൊക്കെ കേട്ടിട്ട്. അവൻ ഉടനെ തന്നെ ജാമ്യവും കിട്ടും, അതിന് യാതൊരു സംശയമില്ല കേട്ടോ. വക്കീലിനെ വെച്ച് അവന് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തതും ഞാൻ തന്നെയാ. അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു സുമിത്ര. അവനെ സഹായിക്കാനെന്നുള്ള വ്യാജേന എന്റെ കുഞ്ഞിനെ ചതിക്കാനുള്ള ശ്രമമാണോ നിന്റെ എന്ന് ചോദിച്ചപ്പോ, ഞാനാരെയും ചതിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. പക്ഷെ നീയും നിന്റെ മൂത്ത മകനുമാ അവനെ ചതിച്ചത്, അവനെ പറ്റിച്ചത്. അവൻ ജയിലിലാണെന്ന് അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും നീ അവനെ കാണാൻ വന്നോ? വന്നില്ലല്ലോ. നിന്റെ മൂത്ത മകൻ അവനെ ജാമ്യത്തിലിറക്കാൻ ഒരു ചെറു വിരല് പോലും അനക്കിയിട്ടുമില്ല. അമ്മയോടും ഏട്ടനോടും അവനിപ്പോ വെറുപ്പ് മാത്രമേ ഉള്ളൂ. എന്നെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരം മുതലെടുക്കാണോ നീ എന്ന് സുമിത്ര ചോദിച്ചപ്പോ അപ്പൊ രഞ്ജിത്ത് ഒന്ന് ചിരിച്ചു. എന്റെ മക്കൾക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഇതിന്റെയൊക്കെ പിന്നില് നിന്റെ ബുദ്ധി ആയിരുന്നുവെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായതെന്ന് പറഞ്ഞപ്പം, അയ്യോ നിങ്ങളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് രഞ്ജിത പറഞ്ഞു. നിങ്ങളുടെ മകൻ ജയിലിലായതിൽ എനിക്ക് യാതൊരു ബന്ധമില്ല കേട്ടോ, എനിക്കിട്ട് അറിയാനും പാടില്ല. പക്ഷേ ജയിലിലാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ ഞാൻ അവനെ തേടി വന്നു. അവന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. പ്രതീഷിന് ഉടൻ തന്നെ ജാമ്യവും കിട്ടും. ഞാൻ അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ശരിയാക്കിയിട്ടുള്ള നിൽപ്പാണിയുടെ. പക്ഷേ പഴയ പ്രതീക്ഷ ആയിരിക്കില്ല ഇനി അവൻ പുറത്തിറങ്ങുന്നത്. അവൻ അവന്റെ അമ്മയായിരിക്കും ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്ത് ഇങ്ങനെ പറയുന്നു. ഇതൊക്കെ കേട്ട് സുമിത്ര തകർന്നു നിൽക്കുക കേട്ടോ. സ്വന്തം മകൻ വെറുക്കപ്പെട്ട അമ്മയായി നിങ്ങൾ ജീവിക്കണം, നിങ്ങൾ ജീവിക്കും. അതെനിക്ക് കണ്ണിറച്ച് കാണണം, ആസ്വദിക്കണം. എന്റെ രോഹിത്തേട്ടനെ നിങ്ങൾ ഞങ്ങളിൽ നിന്നെല്ലാം അകറ്റിയെടുത്തതല്ലേ? നിങ്ങൾ കാരണം രോഹിത്തേട്ടൻ എന്നെ വെറുത്തത്. അതുപോലെ നിങ്ങളുടെ മകനും നിങ്ങളെ വെറുക്കും, നിങ്ങൾ അനുഭവിക്കും സുമിത്ര. അവനെ കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കി ജീവിതം മുഴുവൻ നിങ്ങൾ വേദനിക്കും. ഞാനത് കാണും സുമിത്രേ. ഇത് ദൈവം നിങ്ങൾക്ക് തരുന്ന വിധിയൊന്നുമല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത സുമിത്രയെ വെല്ലുവിളിക്കുന്നു. അനുഭവിച്ചോളാൻ പറഞ്ഞു. അപ്പോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ മകൻ എന്ത് തെറ്റിദ്ധാരണ കൊണ്ട് എൻ്റെ അരികളിൽ നിന്ന് പോയാലും അവനെ ഞാൻ തിരിച്ചു പിടിക്കും. ഇതിനേക്കാളും വലിയ തോറ്റുപോയ അവസരങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവളാണ് ഞാൻ. ചിലപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയേക്കാം, പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം മാറും. എൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞെത്തും. നീ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ മകൻ എന്നോട് വെറുപ്പാണെന്ന്? എത്ര ദിവസം അവൻ എന്നെ വെറുക്കാൻ കഴിയുമെന്ന് ചോദിച്ചു സുമിത്ര. ഒരു ദിവസം, 2 ദിവസം, അതോ ജീവിതകാലം മുഴുവനുമോ? അതാണോ നീ ഉദ്ദേശിക്കുന്നത്? ഈ അമ്മയുടെ സങ്കടം കണ്ടാൽ നെഞ്ചു പിടച്ചു പോകുന്ന ഒരു മകനാണവൻ. മനസ്സുകൊണ്ട് അവൻ എന്നെ വെറുക്കാൻ ഈ ജന്മത്ത് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര പറഞ്ഞു. ആരെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ ചിലപ്പോൾ അവന്റെ മനസ്സ് കുറച്ച് നാളത്തേക്കൊക്കെ വിഷമിച്ചേക്കാം. പക്ഷേ അവനെ എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ നിന്നെ കൊണ്ട് ആവില്ല രഞ്ജിത്തെ. നിന്റെ ഒരു കളികളും അവന്റെ അടുത്തോ എൻ്റെ അടുത്തോ നടക്കില്ല രഞ്ജിത്തെ എന്ന് പറഞ്ഞു സുമിത്ര ഇങ്ങനെ രഞ്ജിതയെ വെല്ലുവിളിച്ച് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.